ഇന്ന് പാലക്കാട് RSSന്റെ സമന്വയ ബൈഠക്കാണ്. RSSന്റെയും പരിവാർ സംഘടനകളിൽപ്പെടുന്ന എല്ലാ സംഘടനകളുടെയും BJP ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളുടെയും മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് ആരംഭിക്കുന്ന യോഗം സെപ്റ്റംബർ 2 വരെയാണ്. ഈ യോഗത്തിൽ പ്രധാനമായിട്ടുള്ള അജണ്ട അല്ലെങ്കിൽ പ്രധാനമായ ചർച്ചകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായി തന്നെ RSS പറയുന്നു. അതിലെ പ്രധാനപ്പെട്ട ചർച്ച 1 പരിസ്ഥിതി സൗഹാർദ്ദ ജീവിത ശൈലിയെക്കുറിച്ചുള്ളതാണ്. 2 ജീവിത മൂലാധിഷ്ഠിത കുടുംബ സംവിധാനത്തെക്കുറിച്ചാണ്. ഒരു കുടുംബം നന്നായാൽ മാത്രമേ സമൂഹം നന്നാവൂ, സമൂഹം നന്നായാൽ മാത്രമേ രാജ്യത്തിന് മുൻപോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് മൂല്യാധിഷ്ഠിതമായ കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ഇതാണ് രണ്ടാമത്തെ ചർച്ച. 3 യോജിപ്പിൻ്റെതായ വിധികൾ കണ്ടെത്തുക. അതായത് നമ്മളുടെ സംസ്കാരം, നമ്മളുടെ ഭാഷ, ഇതിനെയൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് സംഘടന മുൻപോട്ട് പോകും. അതിന് ആവശ്യമായ മറ്റു സംഘടനകളുടെ സഹായവും തേടി മുൻപോട്ട് പോകും. 4 സ്വദേശി പെരുമാറ്റം. സ്വദേശികരമായ ഉൽപ്പന്നങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മുൻപോട്ട് പോവുക. സ്വദേശി ജാഗരണ മഞ്ചൊക്കെ RSSന് സംഘപരിവാർപ്പെടുന്ന സംഘടനകളാണ്. 5 പൗരധർമ്മങ്ങൾ നിർവഹിക്കാൻ പൗരൻ പ്രാപ്തനാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു രാജ്യത്തിലെ ഒരു പൗരന് അനുഷ്ഠിക്കേണ്ടതായ ധർമ്മങ്ങളുണ്ട്, അല്ലെങ്കിൽ പൗരന് പാലിക്കേണ്ടതായ ധർമ്മങ്ങളുണ്ട്. അത് പരിപാലിച്ച് മുൻപോട്ട് പോവുക. അതിന് ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും ചർച്ചകൾ നടക്കുക. പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ചർച്ചയിൽ ഉയർന്നു വരിക. ആ 5 കാര്യങ്ങളാണ് അഖില ഭാരതീയ പ്രചാര പ്രമുഖ സുനിൽ അംബേദ്കർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതാണ്ട് 320 മുതിർന്ന പ്രചാരകന്മാരും ഒപ്പം തന്നെ പോഷക സംഘടനകളുടെ 230 പേരും 32 സംഘടനകളിൽപ്പെടുന്ന 90 പേരും RSSന്റെ ദേശീയ ഭാരവാഹികളായ 90 പേരുമാണ് ഈ ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. പുറമേ നിന്ന് തന്നെ ആളുകൾ ആരും തന്നെ ഈ ബൈഠക്കിൽ പങ്കെടുക്കുന്നില്ല. ഈ ബൈഠക്കിൽ നിർണായകമായ പല ചർച്ചകളും നടക്കുമെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ദേശീയ അധ്യക്ഷൻ ആരായിരിക്കുമെന്നുള്ളത്, ഇല്ലെങ്കിൽ വരുംകാല തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ എന്തായിരിക്കുമെന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ സമന്വയ ബൈഠക്കിൽ ചർച്ച ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിലെ വിഷയം ചർച്ച ചെയ്യുമെന്ന് സുനിൽ അംബേദ്കർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്ന് നടക്കുന്ന RSSന്റെ സമന്വയ ബൈഠക്കിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന 5 വിഷയങ്ങൾ. ഇത് കൂടാതെ അനവധി ചർച്ചകളും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.